നമ്മളിപ്പോൾ ഉള്ളത് ഈ തൃശ്ശൂർ കോടാലി വെള്ളിക്കുളങ്ങരയിലുള്ള ഈ കുട്ടികളുടെ വീട്ടിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ പാമ്പാണ് ഈ കുട്ടികളെ കടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികൾ കിടന്നിരുന്ന മുറിയിൽ നിന്ന് രാവിലെ പുറത്തു വന്ന വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പേരുള്ള ഒരു വിഷപ്പാമ്പാണ്. അത് നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ചെറിയൊരു കുപ്പിക്കകത്തുള്ള വളരെ അധികം വലിപ്പമൊന്നുമില്ലാത്ത ചെറിയൊരു പാമ്പാണിത്. അപ്പോൾ ഈ ഒരു പാമ്പ് ഒരു ഉഗ്രവിഷമുള്ള ഒരു പാമ്പായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പാമ്പിൻ്റെ കടിയേറ്റാണ് നിലവിൽ കുട്ടികൾക്ക് ഈ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാണുന്ന ഈ വീട് അതിൻ്റെ ഹാളിലാണ് ആദ്യം രണ്ട് കുട്ടികളും, കാരണം ഈ ചൂടൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഹാളിലാണ് കിടന്നത്. അതിനുശേഷം ഈ തൊട്ട് ഈ ഹാളിനോട് ചേർന്ന് ഇടതുവശത്ത് കാണുന്ന ഈ മുറിയിലാണ് ഈ രണ്ട് കുട്ടികളും അതുപോലെ അവരുടെ അമ്മയും ഉണ്ടായിരുന്നത്. ആദ്യം അവർ നിലത്ത് കിടന്നു, അതിനുശേഷം കട്ടിലേക്ക് മാറിക്കിടന്നു. രാവിലെ 5 മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു 3 മണിയോടുകൂടി തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള വേദനയും വയറുവേദനയൊക്കെ അനുഭവപ്പെട്ടു. അതിനുശേഷം 5 മണിയോടുകൂടി വായിൽ നിന്ന് നുരയും പതിയും ഒക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു ഭക്ഷ്യവിഷബാധയാണോ എന്നൊക്കെ സംശയിച്ചു. അതിനുശേഷമാണ് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ കുട്ടികളെ എത്തിക്കുന്നത്. അവിടെ വെച്ചാണ് ഈ ഇളയ കുട്ടി മരണപ്പെടുന്നത്. ആ മൂത്ത കുട്ടി ഉറപ്പായിട്ട് രക്ഷപ്പെടുമെന്ന് മനസ്സ് പറയുന്നു. ദൈവം കൈവിടത്തില്ല.